സാൻഡ്രോ എന്ന മോഡലിലൂടെ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയവരാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി. ഒരു സമയം വരെ മാരുതി കാറുകളെ ചേർത്ത് പിടിച്ചിരുന്ന ഇന്ത്യക്കാരെ മറ്റൊരു ബ്രാൻഡിലേക്ക് ആകർഷിക്കുന്നതിലേക്ക് വിജയിച്ചവരാണ് ഹ്യുണ്ടായി. ആദ്യത്തെ മോഡൽ വിപണിയിൽ വിജയിച്ചപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന കമ്പനിയാണ് ഇതിലൂടെ പിറന്നത്. 28 വർഷം പൂർത്തിയാക്കി യാത്ര തുടരുകയാണ് ഹ്യുണ്ടായി. ഇതിനിടെ കമ്പനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, വിപണിയുടെയും ആളുകളുടെയും മനസ്സറിഞ്ഞ പുത്തൻ മോഡലുകൾ പുറത്തിറക്കുന്നതിലും ഈ കൊറിയൻ ബ്രാൻഡിന് പ്രത്യേക കഴിവുണ്ട്. മിക്ക സെഗ്മെന്റിലും ഹ്യുണ്ടായുടെ സാന്നിധ്യവുമുണ്ട്. ഹ്യുണ്ടായുടെ ഏറ്റവും വിജയമായ മോഡലുകളിൽ ഒന്നാണ് ക്രെറ്റ. ഈ വർഷം ആദ്യം പുതുക്കിയ ക്രെറ്റ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. മോഡലിന് ഗംഭീര വരവേൽപ്പാണ് വിപണിയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവതരിപ്പിച്ച വെറും 6 മാസത്തിനുള്ളിൽ 1 ലക്ഷം യൂണിറ്റ് വിൽപ്പനയാണ് SUV തേടിയെത്തിയത്. ക്രെറ്റയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കമ്പനിയുടെ 7 സീറ്റർ SUV ആണ് അൽക്കസാർ. വിപണിയിൽ കാര്യമായ വിജയം കണ്ടില്ലെങ്കിലും ആളുകൾ അറിയുന്ന രീതിയിൽ വളരാൻ അൽക്കസാറിന് സാധിച്ചു. ഇപ്പോഴിതാ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പുതിയ രൂപത്തിൽ എത്താൻ ഒരുങ്ങുകയാണ് അൽക്കസാർ. 2024 സെപ്റ്റംബർ 9-ന് 7 സീറ്റർ SUVയുടെ ഏറ്റവും പുതിയ പതിപ്പ് ഇന്ത്യയിലെത്തും. നിലവിൽ അവസാനവട്ട പരീക്ഷണയോട്ടത്തിലാണ് അൽക്കസാർ ഫേസ് ലിഫ്റ്റ്. പഴയ പോലെ 6 സീറ്റർ 7 സീറ്റർ ഓപ്ഷനിൽ മുഖം മിനുക്കിയ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനം സ്വന്തമാക്കാനാകും. ക്രെറ്റയെ പോലെ ഹ്യുണ്ടായുടെ സെൻസ് സ്പോർട്ടിനെസ് ഡിസൈൻ ഫിലോസഫിയെ പ്രതിഫലിപ്പിക്കുന്ന ഇന്റീരിയറും എക്സ്റ്റീരിയറുമായിരിക്കും അൽക്കസാർ ഫേസ് ലിഫ്റ്റിന്റെ പ്രധാന ആകർഷണം. ക്രെറ്റയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പണി കഴിപ്പിച്ച പുതിയ LED DRLകളും പുനർരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഗ്രില്ലും ഹെഡ്ലാമ്പുകളും കിടിലൻ ലുക്കിലായിരിക്കും എത്തുക. വശങ്ങളിൽ പുത്തൻ അലോയ് വീലിനൊപ്പം പുതിയ ക്രീസുകളും സ്കിഡ് പ്ലേറ്റുകളും ഉണ്ടാകും. പുതിയ ഫ്രണ്ട് റിയർ ബമ്പറുകൾ, കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ എന്നിവയും ഹ്യുണ്ടായി അൽക്കസാർ ഫേസ് ലിഫ്റ്റിനെ കിടിലമാക്കാനായി ഒരുക്കിയിട്ടുണ്ട്. പ്രസ്റ്റീജ്, പ്ലാറ്റിനം, പ്രസ്റ്റീജ് ഓപ്ഷണൽ, പ്ലാറ്റിനം ഓപ്ഷണൽ, സിഗ്നേച്ചർ ഓപ്ഷണൽ, അഡ്വഞ്ചർ എഡിഷൻ എന്നീ വേരിയന്റുകളിലാണ് അൽക്കസാർ നിലവിൽ വിപണനം ചെയ്യുന്നത്. വേരിയന്റിൽ മാറ്റമുണ്ടാകില്ല, പക്ഷേ ഇന്റീരിയർ പൂർണ്ണമായും റീഡിസൈൻ ചെയ്യും. പുതിയ ഫീച്ചറുകളുടെ ഒരു ശ്രേണി ഉപയോഗിച്ച് ക്രെറ്റയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള ശ്രമമായിരിക്കും ഇന്റീരിയറിൽ ഉണ്ടാവുക. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കോമ്പാറ്റിബിലിറ്റിയുള്ള 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ, 10.25 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നീ സവിശേഷതകളെല്ലാം 7 സീറ്റർ SUVയുടെ ഭാഗമായിരിക്കും. ഇതോടൊപ്പം തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി 20-ലധികം സേഫ്റ്റി ഫീച്ചറുകളുള്ള ലെവൽ 2 ADAS, 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഡ്യുവൽ ബെൻഡ് സൺറൂഫ് എന്നീ മോഡേൺ ടെക്കുകളാലും അൽക്കസാർ ഫേസ് ലിഫ്റ്റ് സമ്പന്നമായിരിക്കും. നിലവിലെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയായിരിക്കും പുതുക്കിയ SUVക്കും തുടിപ്പേകുക. 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ട്രാൻസ്മിഷൻ ചോയ്സുകളും ഹ്യുണ്ടായുടെ 7 സീറ്റർ SUVയുടെ ഭാഗമാകും. നിലവിൽ 16.80 ലക്ഷം മുതൽ 21.30 ലക്ഷം രൂപ വരെയാണ് ഹ്യുണ്ടായി അൽക്കസാറിന് വില വരുന്നത്. പുതുക്കിയ മോഡൽ എത്തുമ്പോൾ വിലയിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ടാറ്റ സഫാരി, MG ഹെക്ടർ പ്ലസ്, മഹീന്ദ്ര XUV 700, മഹീന്ദ്ര സ്കോർപിയോ N തുടങ്ങിയവയുടെ ആയിരിക്കും അൽക്കസാറിന്റെ വിപണിയിലെ മത്സരം നടക്കുക. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.